ഹായോ, ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഒരാഗ്രഹം ബീച്ചൊന്ന് കണ്ടാ കൊള്ളാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തതേ ഇപ്പൊ നമ്മുടെ കൊടുങ്ങല്ലൂരിനടുത്ത് അഴീക്കോട് ബീച്ചിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ സമയം ഏകദേശം ഒരു 7-8 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളേക്ക് വെച്ച് പിന്നെ നടക്കില്ല. അപ്പൊ ഇങ്ങനെ ബീച്ച് വൈകുന്നേരം പോയി കാണുന്ന ഒരു ആഗ്രഹം തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ലേ, വണ്ടി എടുത്ത് നേരെ ഇങ്ങനെ പോകും. ഈ നൈറ്റ് ഇവിടെയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാടാ. മാങ്ങ നോക്കിയാലോടെ, മാങ്ങ പൈനാപ്പിൾ സൂപ്പറാണ്. പൈനാപ്പിളും ആണോ? മേടിച്ച് കഴിച്ചു നോക്ക്. പൈനാപ്പിൾ അടിപൊളി. സംഭവം വിഷയായി. അമ്മയുടെ ഒരു രക്ഷയും. അതെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. നിങ്ങളുടെ ഐറ്റംസ് കണ്ട, മാങ്ങയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പേരക്കുണ്ട്, പിന്നെ എന്തായിരുന്നത്, തേൻ നെല്ലിക്ക, അരിനെല്ലിക്ക, നെല്ലിക്ക, ലൂപിക്ക. ഇപ്പൊ ഞങ്ങൾ കഴിച്ചത് ഒന്ന് പൈനാപ്പിളും കഴിച്ചു, പിന്നെ പേരക്കും കഴിച്ചത്. പക്ഷെ ഒരു രക്ഷയില്ലാട്ടാ. നിങ്ങൾ ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് വന്നത് നിങ്ങൾ കഴിച്ചു നോക്കാം. ഇവിടെ വന്ന് ഈ ബീച്ച് ചുമ്മാ ചുറ്റിക്കറങ്ങി നടക്കുമ്പോ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ട്. അതായത് നിങ്ങൾ എന്റെ പുറകില് കണ്ട ഈ കാണുന്നതാണ് മരണക്കിണർ. അത് മാത്രല്ല, ഇത് അങ്ങോട്ട് നോക്കി അക്വേറിയം, പല സംഭവങ്ങളും ഇവിടെ വരുന്നുണ്ട്. എന്തിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കാൻ പോവാ. ഡിസംബർ 20 തൊട്ട് 2005 ഡിസംബർ 20 തൊട്ട് 31 വരെ. അതായത് പിള്ളേർക്കും ഫാമിലി ആയാലും അത്യാവശ്യം കപ്പിൾസിനായാലും അടിച്ചു പൊളിക്കാനുള്ള എല്ലാ വൈബ് സംഭവങ്ങളും ഇവിടെയുണ്ട്. ചായ, കാപ്പി, ഹോർലിക്സ്, ബൂസ്റ്റ്, കായ്വച്ചി, മുളകുവച്ചി, മട്ടാച്ചി, ചില്ലി കോപ്പി, ഷാർജ ഷേക്ക്, അവിൽമിൽക്ക്, മിൽക്ക് ജ്യൂസ്, പൊട്ടാറ്റോ. കടിച്ചടിച്ചല്ലേ ഒരു എരിവുണ്ടാവും. ഒന്നും പറയാനില്ല, നൈസാ. നമ്മളിപ്പോ ഉള്ളതേ കൊടുങ്ങല്ലൂര് ശില്പി തീർത്തിനടുത്ത് പാരസ് ബാർ ഉണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ളൊരു തട്ട നോക്കി, അവിടെ നിന്നാണ് നമ്മളിപ്പോ ഫുഡ് കഴിച്ചത്. ഇപ്പൊ സമയം ഏകദേശം രാത്രി 11 മണി. എല്ലാ ദിവസവും വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 12 മണി വരെ ആ കട അവിടെയുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഫുഡും റേറ്റും കുറവാണ്. അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓടിയതാണ്. അതായത് ഇന്നത്തെ യാത്ര പറയാന്നുണ്ടെങ്കില് അവിടുന്ന് പോരാനെ തോന്നില്ല എന്നുള്ളതാ. കാരണം ആ ബീച്ചിന്റെ സൈഡിലുള്ള കാറ്റും കൊണ്ട് ആ ചീനവല പൊക്കണതും ഒരു എന്താ പറയാ പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയായിരുന്നു.
പിന്നെ എന്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ ഡ്യൂട്ടി ഉണ്ട്. അതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിപ്പോ അവിടുന്ന് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് മൊത്തം അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നിന്നെ. അത് കാരണം ആ കാറ്റങ്ങട് കിട്ടുമ്പോ അത്യാവശ്യം സൈലൻസും എന്താ പറയാ, അത് പറഞ്ഞറിയാൻ പറ്റില്ല എനിക്കത്. എന്തായാലും ഡ്യൂട്ടിയുള്ള പേരിൽ മാത്രം പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മൊത്തം അവിടെ നിന്നെ. അപ്പൊ എന്തായാലും ഇപ്പൊ സമയം ഒരുപാട് 11-11:00 ഇനി വീട്ടിൽ ചെന്ന് കിടന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകണതല്ലേ. അപ്പൊ അതിന്റെ പേരിൽ പോണം. അപ്പൊ ഓക്കെ.